അങ്ങാടിപ്പുറം ഓരാടം പാലം മാനത്തമംഗലം ബൈപ്പാസിന് ബജറ്റിൽ ഫണ്ട് നീക്കിവെക്കാതെ സംസ്ഥാന സർക്കാർ ജനങ്ങളെ വഞ്ചിച്ചുവെന്ന് വെൽഫെയർ പാർട്ടി നേതാക്കൾ പറഞ്ഞു. 15 വർഷമായിട്ടും കടലാസിൽ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ് പദ്ധതിയെന്നും നേതൃത്വം പറഞ്ഞു. അങ്ങാടിപ്പുറത്ത് ജനങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരോടം പാലം മാനത്തമംഗലം ബൈപ്പാസിന് ഇത്തവണയും ബജറ്റിൽ ഫണ്ട് അനുവദിക്കാതെ സംസ്ഥാന സർക്കാർ അങ്ങാടിപ്പുറത്ത് ജനങ്ങളെ വീണ്ടും വഞ്ചിച്ചു. അങ്ങാടിപ്പുറത്ത് ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമായി 2009 വിഭാവനം ചെയ്ത ബൈപ്പാസ് 13 വർഷമായിട്ടും കടലാസിൽ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. വ്യാപാരികളും വെൽഫെയർ പാർട്ടിയും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും നിരവധി തവണ സംസ്ഥാന സർക്കാരിന് നിവേദനം സമർപ്പിച്ചിട്ടും ബൈപ്പാസ് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഫണ്ടും ഈ ബജറ്റിൽ സംസ്ഥാന സർക്കാർ നീക്കിവച്ചിട്ടില്ല. രൂക്ഷമായ ഗതാഗത കുരുക്കുകൊണ്ട് അങ്ങാടിപ്പുറത്തെ ജനങ്ങൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹോസ്പിറ്റൽ സിറ്റിയായ പെരിന്തൽമണ്ണയിലേക്ക് ജീവൻ രക്ഷാ വാഹനങ്ങൾക്ക് യഥാസമയം രോഗികളെ എത്തിക്കാൻ പറ്റാത്ത അവസ്ഥാവിശേഷമാണ് ഇന്നുള്ളത്. ഇത്രയധികം ജനങ്ങൾ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴും അങ്ങാടിപ്പുറത്തെ ജനങ്ങളുടെ സ്വപ്ന പദ്ധതിയായ ഒരോടം പാലം മാനത്തമംഗലം ബൈപ്പാസിന് ഫണ്ട് നീക്കിവെക്കാത്ത ഇടതുപക്ഷ സർക്കാരിന്റെ രാഷ്ട്രീയ പകപോക്കലിനെതിരെ പൊതുജനങ്ങളെ അണിനിരത്തി ബഹുജന പ്രക്ഷോഭത്തിന് വെൽഫെയർ പാർട്ടി നേതൃത്വം കൊടുക്കുമെന്ന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സൈതാലി വലമ്പൂർ, സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് തുടങ്ങിയവർ അറിയിച്ചു. ഈ ബജറ്റ് മങ്കടമണ്ഡലത്തിലെ അങ്ങാടിപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശാജനകമായിട്ടുള്ള ഒരു ബജറ്റാണ്. അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് ശാശ്വതമായ പരിഹാരമായ ഓരാടം പാലം മാനത്തമംഗലം ബൈപ്പാസ് പദ്ധതിക്ക് ഈ ബജറ്റിലെ ഒരു തുകയും സർക്കാർ നീക്കിവെച്ചിട്ടില്ല. നിരന്തരമായിക്കൊണ്ട് ഗതാഗത കുരുക്കുകൊണ്ട് പൊറുതിമുട്ടുന്ന ഈ പ്രദേശം വിവിധ സംഘടനകൾ, വെൽഫെയർ പാർട്ടി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും മറ്റ് വ്യാപാര സംഘടനകളും നിരവധി തവണ സർക്കാരിൻ്റെ മുമ്പിൽ പരാതികൾ സമർപ്പിച്ചതാണ്. അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് ശാശ്വതമായ പരിഹാരമായ ഓരാടം പാലം മാനത്തമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അങ്ങാടിപ്പുറത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെയധികം പ്രതീക്ഷയോടുകൂടിക്കൊണ്ട് കാത്തിരിക്കുകയായിരുന്നു. ഈ ബജറ്റിലെങ്കിലും അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് പരിഹാരമായ ഓരാടം പാലം മാനത്തമംഗലം ബൈപ്പാസ് പദ്ധതിക്ക് വേണ്ടിയുള്ള തുക സംസ്ഥാന സർക്കാർ നീക്കിവെക്കുമെന്ന്. എന്നാൽ ഈ ബജറ്റിലും അതിനുള്ള ഒരു തുകയും സംസ്ഥാന സർക്കാർ നീക്കിവെച്ചിട്ടില്ല. നമുക്കറിയാം, 2009 വിഭാവനം ചെയ്ത് 2010 ഭരണാനുമതി കിട്ടി 10 കോടി രൂപ ട്രഷറി നിക്ഷേപം സ്വീകരിച്ച ഈ പദ്ധതി ഇന്നും കടലാസിൽ ഉറങ്ങിക്കിടക്കുകയാണ്. ഏകദേശം 15 വർഷമായി ഈ പദ്ധതി കടലാസിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരവസ്ഥാവിശേഷമാണുള്ളത്. ഇവിടെ PWD റെയിൽവേക്ക് കെട്ടിവെക്കാനുള്ള 16 ലക്ഷത്തോളം രൂപ PWD കെട്ടിവെച്ചു. ലാൻഡ് അക്വിസിഷൻ നടപടികളാകട്ടെ മന്ദഗതിയിലാണ് ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ജനങ്ങൾ വളരെയധികം പ്രയാസങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബജറ്റിലെങ്കിലും അതിനുള്ളൊരു പരിഹാരമായി കൊണ്ട് ഈ ബൈപ്പാസിന് ഫണ്ട് അനുവദിക്കുമെന്ന് ജനം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായില്ല. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തനത്താണി. മാറുന്ന ലോകം, മാറ്റത്തിനൊപ്പം.